ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് രാവിലെ തന്നെ ആട്ടപ്പൊടിയോടൊരു ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്നലെ അന്ന് പച്ചരി ഒന്ന് വെള്ളത്തിലിട്ടിട്ടില്ലേനി, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനൊരു മടി. അപ്പം പിന്നെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടാവൂലേ. അപ്പോൾ ആട്ടപ്പൊടി എടുത്തു, പിന്നെ അതിക്ക് കുറച്ച് ഉപ്പ് ഇട്ടു, ആവശ്യത്തിന് വെള്ളം പറഞ്ഞാണ്ട് നമ്മൾ കൽക്കട്ട അത്ര ഒന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഓയിൽ പെരുത്തിയാണ്ട് നമ്മൾ ചൂടത്തപ്പറും ഇപ്പോഴും നമ്മൾ മറിച്ചിടട്ടെ. നല്ല രസമാട്ടോ, ചൂടൊക്കെ തിന്നാൻ നല്ല രസമാട്ടോ. കറിയും പറഞ്ഞൊക്കെ തിന്നാൻ ചൂട് പോയാൽ പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. എന്നാലും ചൂടൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം വേണ്ടി ഇത് നുറുക്കിയിട്ടോ, അതിൻ്റെ പേര് തണ്ടല്ല, ആ പൂവുണ്ടാവില്ല വായൻ്റെ, അതാണ് ഇട്ട് നമുക്കിന്ന് പേരിക്ക് തോരൻ വെക്കാൻ. അപ്പോൾ ആ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഇറച്ചി കിട്ടീന് കേട്ടോ ഉച്ചൻ്റെ ശേഷം. അപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്ക് വെച്ചില്ല, പിന്നെ വൈകുന്നേരം കുറച്ച് കറിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കനെ കിട്ടിയപ്പോൾ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടീനി കേട്ടോ. അപ്പോൾ എന്നാൽ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്നാൽ പച്ചരി കൊണ്ട് ദോശയും ചൂടാ ഇറച്ചിക്കറിയും ആക്കാൻ വിചാരിച്ചാണ്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പച്ചരി ഞാൻ അരച്ചു കിട്ടാം. പച്ചരി ദോശ ഉണ്ടാക്കിയപ്പോൾ ഇറച്ചിക്കറി അവിടെ ആവുന്നുണ്ട് കേട്ടോ. അടുപ്പത്താണ് വെച്ചത് കേട്ടോ ഇറച്ചിക്കറി. അപ്പോൾ ഇറച്ചിക്കറി ദോശയൊക്കെ ആകുമ്പോൾ മക്കൾ തിന്നും ചെയ്തോളും. അപ്പോൾ ഇഷ്ടമാണ് മക്കൾക്ക്. മദ്രസ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എല്ലാം ഇഷ്ടമാണ് കേട്ടോ. ദോശ ചൂടൊക്കെ ആവും ചെയ്യപ്പോൾ, ചൂടൊക്കെ ആകുമ്പോൾ പിന്നെ കറി എന്തും വേണ്ട കേട്ടോ. കറി എന്തും വേണ്ട, അല്ലാതെ തന്നെ തിന്നും കേട്ടോ. ചൂടില്ലെങ്കിലും മക്കൾക്ക് കറി വേണ്ട. ചൂടൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ ചൂടലും തിന്നലും കട്ടൻ ചായ ഉണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെ എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഇറച്ചി കിട്ടിയതല്ല, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ആക്കിയിട്ടാ. ചായ ഉണ്ടാക്കി വെച്ചതോ ഇറച്ചിക്കറി ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് ദോശ ചൂടാല്ല, ആദ്യം കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ദോശ ചുടുമ്പോൾ തിന്നാലോ വിചാരിച്ചപ്പോൾ ഞാൻ വെള്ളം പറഞ്ഞ കുറച്ച് കൂടിയിട്ടോ പച്ചരിക്ക്. അപ്പോൾ പിന്നെ പുറത്തേക്കായപ്പോൾ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ടോ, എന്നിട്ട് പിന്നെ അരിച്ചു കിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ജന്നക്കുട്ടീൻ്റെ ഒപ്പം പണിയെടുക്കാൻ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അവളോട് അവിടെ പോയി കളിച്ചു പറഞ്ഞിട്ട് അതിനെന്തും ആവില്ല, നമ്മളെ ബേക്ക് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ആയി, നമ്മളെ ചായയും കട്ട ചായ ആയി, ഇറച്ചിക്കറിയൊക്കെ ആയി കേട്ടോ. തുമ്പിച്ചിട്ടില്ല കേട്ടോ, തുമ്പിച്ചാതെ അങ്ങനെ ആക്കി കേട്ടോ കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ ആ കഴിഞ്ഞാണ്ട് ഇറച്ചിക്കറിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ദോശ ചൂടാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഒരു കുറച്ച് 5-6 ആയപ്പോഴത്തേന് മക്കളെത്തി കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം ചുട്ട ദോശയൊക്കെ ഉണ്ടായതുകൊണ്ട് മക്കൾ ചൂടും ഉണ്ടല്ലോ, ചെറിയ ചൂടും ഉണ്ട്. അപ്പോൾ പിന്നെ മക്കൾ അല്ലും യൂണിഫോമിന് കഴിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഓന് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ യൂണിഫോം കഴിച്ചുള്ളൂ. പക്ഷേ ഇൽഫ യൂണിഫോമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ ചായ കുടിച്ചാൻ വരില്ലുള്ളൂ കേട്ടോ ഇൽഫ. അപ്പം അല്ലു വന്ന് ചായ കുടിച്ചിട്ടോ. ഇൽഫ കൈയ്യാക്കാനൊക്കെ പോയി, യൂണിഫോം കഴിച്ചേക്കാനൊക്കെ പോയി കേട്ടോ. അപ്പം അലൂഫ് ആദ്യം ചായ കുടിച്ചു. അലൂഫിൻ്റെ അപ്പം ജെന്നി ഉണ്ട് ഇനി കേട്ടോ. അപ്പം പിന്നെ ആയതാണ് അവനക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് ചൂടില്ലത്, അവനക്ക് ഇറച്ചിക്കറി വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. ഇറച്ചി വലിയ ഇഷ്ടമല്ല, കോഴിയാണ് അവനക്ക് ഇഷ്ടം. ഇറച്ചി അവനക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇറച്ചി കണ്ടൊന്നും വല്ലാതെ തിന്നാൻ പറഞ്ഞാൽ അങ്ങനെ തിന്നൂല, കറി ഇങ്ങനെ കൂട്ടുള്ളൂ. പൊരി ഇഷ്ടമാണ്, കറിയിത്തത പറ്റാട്ടോ. പൊരി അവനക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആണോ എന്താ അറിയില്ല. അപ്പോൾ പൊരി അവനക്ക് ഇഷ്ടമാണ്, കറി അവൻ കൂട്ടൂല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ദോശ ചുടുന്നുണ്ട്. ഓനെ അവിടെ തിണ്ടുണ്ടാവില്ല, പുറത്ത് തിണ്ടുണ്ടാവില്ല. അപ്പോൾ ആ തിണ്ടുമ്പോൾ ഇരിക്കണം. അപ്പോൾ സ്കൂളിലത്തെ ഓരോ കഥകളൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞാണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ ചുടുന്നത്. അപ്പോൾ ഓനാ ഞാൻ നാളെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇമ്മച്ചിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുള്ളൂ, ഇനി നാളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഓന് ദോശ എന്നുണ്ട്. ജന്നക്കുട്ടി അവൻ്റെ മാലൊക്കെ എടുത്താണ്ട് മാങ്ങിയാണ്ട് ഓള് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ആ പുറത്തത്തെ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞാണ്ട് പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ ഞാൻ രാവിലെ തേങ്ങ ഇട്ടീനി. അപ്പോൾ തേങ്ങ എടുത്ത് വെക്കാൻ വേണ്ടി മേൽക്ക് പോയിട്ടാ ദോശ പറഞ്ഞിട്ടാ പോയത് ഇട്ടോ. അപ്പം ഇക്കാനെ ഏൽപ്പിച്ചിനിഞ്ഞ് അവൻ നിങ്ങൾ എടുത്താണ്ട് വേറെ പറഞ്ഞുകൊണ്ട് ഇട്ടോ പറഞ്ഞിന്. അപ്പോൾ വേഗം തേങ്ങ എടുത്ത് വെക്കാൻ പോയിട്ടോ. ഇതൊരു പണിയാണ്, രാവിലെ ഇടലും പിന്നെ മഴ പെയ്യുണ്ടോ നോക്കലും പിന്നെ അങ്ങനെയൊക്കെ ഒരു പണിയാണ്. അപ്പോൾ പിന്നെ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ലേനി ഇട്ടോ. അതുകൊണ്ട് പിന്നെ 2-3 വട്ടം നടക്കേണ്ടി വന്നില്ല. മറ്റേ ചിലപ്പോൾ ഉച്ച ആകുമ്പോൾ ഉച്ച അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെയും കയറേണ്ടി വരും, പിന്നെ മഴ പെയ്യൂല, അപ്പോൾ പിന്നെയും ഇടേണ്ടി വരും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ വേഗം മാറിയിക്കട്ടെ. പിന്നെ അപ്പോൾ തന്നെ അല്ലു വന്നു കേട്ടോ. അപ്പോൾ അല്ലു എനിക്ക് പിടിച്ച് തന്നു കേട്ടോ, കൊണ്ടുപോയേക്കാനൊക്കെ സഹായിച്ച് തന്നു കേട്ടോ. ഞാൻ വേഗം പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അല്ലൂഫ് വന്നു കേട്ടോ. അപ്പോൾ വാർപ്പിൻ്റെ മേലെ അതിന് വേഗം ഉണങ്ങല്ലോ വിചാരിച്ചാണ്ടാണ് വാർപ്പിൻ്റെ മേലെ ഇടുന്നത് കേട്ടോ. വെയിൽ തട്ടിയാൽ വേഗം ഉണങ്ങല്ലോ. അപ്പം ഇത് കഴിഞ്ഞാണ്ട് പിന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് തന്നെ പോയിട്ടോ. ദോശ ചൂടാൻ വേണ്ടി പോയിട്ട് അലൂഫിൻ്റെ ചായ കൂടി കഴിഞ്ഞിരുന്നു കേട്ടോ. ഇൽഫൻ്റെ കഴിഞ്ഞിട്ടില്ലേന്.
അലൂഫിൻ്റെ വേഗം ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ കുളിക്കാൻ പോയി കേട്ടോ. ഇന്ന് ഷായിച്ച് വന്നിട്ട് പിന്നെ അവൻ കുളിക്കാൻ പോയി. ഇൽഫ ചായ കുടിച്ചാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇൽഫാക്കെ പോലെ കഴിയുള്ളൂ കേട്ടോ. അവളെ ചായ കുടി വേഗം കഴിയൂല. ഓള് സാവധാനാണ് ചായ കുടിച്ചല്ലോ കേട്ടോ. അവളങ്ങനെയാണ്. പിന്നെ എന്തൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളൊക്കെ വൈകുന്നേരം എന്താ ചായക്കടി ഉണ്ടാക്കുക എന്ന് കമൻറ്റ് ചെയ്യണേ. സ്കൂളിൽ വിട്ട് വരുമ്പോൾ. അപ്പം നാളെ 3 മണിക്ക് കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.